ഇസ്രയേൽ യുദ്ധത്തിൽ വെടിനിർത്തൽ ചർച്ച ട്രംപ് നടത്തുന്ന പോരാട്ട നാടകം മാത്രമാണ്. 5 ദിവസത്തേക്ക് അവിടെ ആക്രമണം ഒന്നും തന്നെ ഉണ്ടാകില്ല എന്ന പ്രസ്താവനയ്ക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് നിഗൂഢമായ ചില പദ്ധതികളുടെ ഭാഗമാണ്. പിന്നിൽ കൃത്യമായ യുദ്ധതന്ത്രങ്ങൾ ആവിഷ്കരിക്കുവാനും കൂടുതൽ ശക്തമായ ആക്രമണത്തിന് മുന്നോടിയായി തന്നെ ആയുധങ്ങളും സൈനിക സന്നാഹങ്ങളും ഇസ്രയേലിൽ എത്തിക്കുവാനുള്ള സാവകാശം തേടിയാണ് ഈ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപനമെന്നും ഇവിടെ വ്യക്തമാക്കുകയാണ്. അതായത് ഇറാന്റെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അവരെ തന്നെ ആക്രമിക്കാനുള്ള സമയവും സാവകാശവും കണ്ടെത്തുകയാണ് ഇവിടെ അമേരിക്ക ചെയ്യുന്നത്. ട്രംപിന്റെ ഈ പ്രസ്താവന സസൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് വ്യോമയാന വിദഗ്ധനായ ജേക്കബ് കെ ഫിലിപ്പ് ആകട്ടെ അദ്ദേഹം ചില കാര്യങ്ങൾ ഇവിടെ കാരണകാര്യ സഹിതം തന്നെ എടുത്തു വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇറാൻ മുന്നോട്ട് വെച്ച പ്രസ്താവനകൾ ശരിവെക്കുന്നത് തന്നെയാണ് ചില കണക്കുകളെന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ച ഒരു കുറിപ്പിലൂടെയാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്. ട്രംപിന്റെ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ തന്നെ ജർമ്മനിയിലെ ചില സ്ഥലങ്ങളിൽ, അതായത് ഇംഗ്ലണ്ട്, അതേപോലെ തന്നെ റാംസെന്റ് എന്നീ US സൈനിക താവളങ്ങളിൽ നിന്ന് US വ്യോമസേനയുടെ ബോയിങ് C-17 ഇതാകട്ടെ ഈ ഒരു വിമാനങ്ങൾ തുടർച്ചയായി തന്നെ ഇസ്രയേലിലേക്ക് പറക്കുന്നതായി തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. പതിവ് പോലെ തന്നെ ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും എത്തിക്കുന്ന ആ ഒരു വിമാനങ്ങൾ കോൾ സൈനുകൾ, അതേപോലെ തന്നെ RCH മുസേ അടിയന്തര സ്വഭാവമുള്ള യുദ്ധ സാമഗ്രികൾ എത്തിക്കുന്നതിനായി തന്നെയാണ് ഈ ഒരു രീതിയിൽ ഈ ഒരു കാൽസൈൻ ഉപയോഗിക്കുന്നത് എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ രണ്ട് വിഭാഗങ്ങൾ, അതായത് ഈ രണ്ട് വിഭാഗം വിമാനങ്ങളും ഒന്നിച്ച് ഇസ്രയേലിലേക്ക് വരുന്നത് ഇതൊരു വൻതോതിലുള്ള അടിയന്തര സൈനിക നീക്കമായി തന്നെയാണ് കണക്കാക്കുന്നത്. അല്ലെങ്കിൽ അത്തരമൊരു സൂചനയാണ് പുറത്തു വരുന്നത്. ഒരു C-17 വിമാനത്തിന് ഏകദേശം 70 മുതൽ 80 ടൺ ചരക്ക് വഹിക്കാൻ ശേഷിയുണ്ട്. ഇത്തരം നിരവധി വിമാനങ്ങൾ യൂറോപ്പിൽ നിന്ന് ഇസ്രയേലിലേക്ക് എത്തിക്കൊണ്ട് 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ തിരികെ പോയി വീണ്ടും ചരക്കുമായി വരുന്നത് വൻതോതിലുള്ള ആയുധ സൈനിക ശേഖരമാണ് ഇവിടെ നടത്തുന്നത് എന്നതിന്റെ തെളിവാണ്. മാത്രമല്ല ഇതിപ്പോൾ ഇറാൻ മുന്നോട്ട് വെച്ച ഒരു പ്രസ്താവന അവർ വിലയിരുത്തുന്നത് ശരിവെക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ആക്രമണത്തിന് കൂടുതൽ സാവകാശം ലഭിക്കാനുള്ള അമേരിക്കയുടെ തന്ത്രമായി തന്നെ ഇതിന്റെ ഈ ഒരു ഭാഗത്തെ ഇവിടെ കണക്കാക്കുകയാണ്. ഇറാന്റെ പ്രസ്താവന ഇതിലൂടെ തന്നെ ശരിവെക്കുന്നതാണ് എന്നതാണ് നിലവിലെ ഈ വിമാനങ്ങളുടെ നീക്കങ്ങൾ സൂചിപ്പിക്കുന്നത്. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷവും പശ്ചിമേഷ്യൻ ആകാശത്ത് കാണുന്ന ഈ അസാധാരണ നീക്കം, സൈനിക നീക്കം വരാനിരിക്കുന്ന വലിയൊരു യുദ്ധത്തിന്റെ മുറവിളി കൂട്ടുന്നതാണ് എന്നതാണ് ഇപ്പോൾ ജേക്കബ് കെ ഫിലിപ്പ് ഇവിടെ ഈ ഒരു കാര്യങ്ങൾ പങ്കുവെച്ച് അദ്ദേഹം ഒരു സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ പങ്കുവെച്ചുകൊണ്ടാണ് ഈ വിവരങ്ങൾ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.